ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ ഫൈനൽ ഡേയിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ ഈ ഫൈനൽ ഡേയിൽ നിരവധി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാലും ഹൈദരാബാദ് FC ആടി സെയിൽസ് തുടങ്ങിയിട്ടുണ്ട്. ആടി സെയിൽസ് തുടങ്ങി കുറേ ആയിട്ടുണ്ട്. എങ്ങനെയാലും ചെയ്യാനായിട്ടുണ്ട്. ആടി സെയിൽസൊക്കെ തീരാറായിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. ഉള്ള പ്ലേയേഴ്സൊക്കെ ഏകദേശം ക്വാളിറ്റി പ്ലേയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇനി അതോ 2-3 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എങ്ങനെയാലും ലേറ്റസ്റ്റ് ആയിട്ട് 2 ട്രാൻസ്ഫർ നീക്കങ്ങൾ കൂടി നടന്നിട്ടുണ്ട് ഹൈദരാബാദ് FC നിന്ന് പുറത്തേക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ ചർച്ചകളുണ്ടായിരുന്ന നിഖിൽ പൂജാരിയുടെ കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. നിഖിൽ പൂജാരിനെ അങ്ങനെ ഫൈനലി ബാംഗ്ലൂർ FC ആണ് സ്വന്തമാക്കിയുള്ളത്, റൈറ്റ് ബാക്ക് താരത്തെ. അപ്പോൾ ആദ്യം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്ന ന്യൂസുകളുണ്ടായിരുന്നു. അതിനുശേഷം മുംബൈ സിറ്റി താരത്തെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ക്ലബ്ബുകളും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അവരെ സ്വന്തമാക്കിയിട്ടുള്ളത്, നിഖിൽ പൂജാരിനെ സ്വന്തമാക്കിയിട്ടുള്ളത് ബാംഗ്ലൂർ FC ആണ്. ഇപ്പോൾ മാർക്കസ് മർഗലോവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാലും ബാംഗ്ലൂർ FC ആടി സെയിൽസ് ഹൈദരാബാദ് FCയിൽ നിന്ന് 2 താരങ്ങളെ പൊക്കിയിട്ടുണ്ട്. സൂപ്പർ താരങ്ങളെ ചിങ്ലൻ സനയെയും അതുപോലെ തന്നെ നിഖിൽ പൂജാരിയെയും പൊക്കിയിട്ടുണ്ട്. അവരുടെ ഡിഫൻസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഹൈദരാബാദ് FCയുടെ സെൻട്രൽ ബാക്ക് ആയിരുന്ന നിം ദോർജിയെ അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ് FC ഗോവ. അടുത്തൊരു തെറ്റിക്കുന്ന ന്യൂസ് തന്നെയാണ്, ട്രാൻസ്ഫർ നീക്കം തന്നെയാണ്. നിം ദോർജി അവർ ഐഎസ്എൽ ട്രോഫി നേടിയ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള ഒരു താരമാണ് നിം ദോർജി. ഹൈദരാബാദ് FCയുടെ മികച്ചൊരു ഡിഫൻഡർ തന്നെയാണ്. മനോള മാർക്കസിൻ്റെ കീഴിൽ കളിച്ചതാണ്. അതുകൊണ്ട് തന്നെ മനോള മാർക്കസ് അപ്പോൾ FC ഗോവയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. FC ഗോവയിൽ സന്ദേശ് ചിങ്കൻ പരിക്ക് പറ്റി സീസൺ ഔട്ടാണ്. അപ്പോൾ അവിടേക്ക് ഒരു പകരക്കാരനെയാണ് അവർ എത്തിച്ചിട്ടുള്ളത്. നല്ലൊരു നീക്കം തന്നെയാണ് FC ഗോവയെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രധാന ട്രാൻസ്ഫേഴ്സൊക്കെ. എങ്ങനെയാലും ഹൈദരാബാദ് FCയിൽ നിന്ന് പ്രധാന താരങ്ങളായ ചിങ്ലൻ സന, അതുപോലെ യാസിർ, ഇതേഷ് ശർമ്മ ഇപ്പോൾ ഒഡീഷ FCയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല നല്ല നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എങ്ങനെയാലും ഇതിനൊന്നും നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനും നല്ല താരങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനിയും റബീഹ് അങ്ങനെ കുറച്ച് റബീനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവിടെ ഉണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ എങ്ങനെയാലും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും സൈൻ ചെയ്തിട്ടില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു താരം അങ്ങ് പുറത്തേക്ക് പോയിട്ടുണ്ട്. മറ്റാരുമല്ല, വിദ്യാസാഗർ സിംഗ് ആണ് നമ്മുടെ സ്ട്രൈക്കറായ ഇന്ത്യൻ സ്ട്രൈക്കർ. ഇങ്ങനെ കാര്യമായിട്ട് എല്ലാവർക്കും അറിയാം, കാര്യമായിട്ടുള്ള ഒരവസരം ബ്ലാസ്റ്റേഴ്സിൽ താരത്തിന് ലഭിക്കാറില്ല. ഡുറൻഡ് കപ്പിലൊക്കെ അവസരം കിട്ടി, ചില കളിയിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. ഇനി കിട്ടുന്ന ഒരു അവസരങ്ങളാണെങ്കിലും അത്ര വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വിദ്യാസാഗർ സിംഗിനെ കൊണ്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുപോലെ ഇവാൻ ആശാൻ അധികം ഉപയോഗിക്കാറുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിക്ക് താരം വേറെ ക്ലബ്ബിൽ പോകുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. എങ്ങനെയാലും താരം ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഇത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചാബാണ് താരത്തിൻ്റെ പിന്നാളുള്ളതെന്ന് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. താരത്തെ പഞ്ചാബ് സൈൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഏത് ക്ലബ്ബിലേക്കാണെന്ന്. ഇങ്ങനെയാലും ഉടൻ തന്നെ ആ സൈൻ ചെയ്ത ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്നതാണ്. ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയാലും വിട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാൻ ദൂരേക്കും. ബൈ.